കുട്ടികൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അഗ്രസീവ് ബിഹേവിയേഴ്സ്. ഇത്തരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഹായ്, ഐ ആം അനുശ്രീ, വർക്കിംഗ് ആസ് എ സൈക്കോളജിസ്റ്റ് അറ്റ് ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. അഗ്രസീവ് ബിഹേവിയേഴ്സ് അഥവാ ആക്രമണ സ്വഭാവം കുട്ടികൾ രണ്ട് രീതിയിൽ കാണിക്കാറുണ്ട്. ഒന്നാമതായി അവരെ സ്വയം ഉപദ്രവിക്കുന്ന രീതി, അതായത് സെൽഫ് ഹാർമിംഗ് മെത്തേഡ്. സെക്കൻഡ് വൺ, ഒബ്ജക്ട്സിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഉപദ്രവിക്കുന്ന രീതി. ഇങ്ങനെയുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സിനെ ഡീൽ ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. കുട്ടികൾ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ ആദ്യമായി നമ്മൾ വളരെ കാമായിട്ട് വേണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് അവരടുത്ത് ലോങ് സെന്റൻസസ് യൂസ് ചെയ്യാതെ ഒരു സിമ്പിൾ ഫ്രേസിൽ, അതായത് ഒന്നോ രണ്ടോ വാക്കുകളിൽ മാത്രം സംസാരിക്കുക. അതായത് കാം ഡൗൺ, സിറ്റ് ഡൗൺ തുടങ്ങിയവ. ചില കുട്ടികൾക്ക് സൗണ്ട്സ്, അവരിട്ടിരിക്കുന്ന ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ്, ക്ലോസ്ഡ് റൂംസ്, ഇതൊക്കെ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുക. അതുപോലെ കുട്ടികൾ കാമറായി അവരുടെ ബിഹേവിയേഴ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് നൽകുക, അവർ ഈ ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യുന്നതിന് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സ് കുട്ടികളിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട്. അത് അവരുടെ സ്കൂൾ പെർഫോമൻസിനെയും സോഷ്യൽ സ്കിൽസിനെയും ഒക്കെ ബാധിക്കാറുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ പാരന്റ്സിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.